ഈ ഡോക്ടർ ഒരു കേണൽ ആയിരുന്നു, അദ്ദേഹം സർജൻ. അദ്ദേഹം ഓടി വന്നു. അപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്, വേറെ ആരുമില്ല വണ്ടിയിൽ. അദ്ദേഹം ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ടോർച്ച് അടിച്ചിട്ട് ഈസ് ഗോൺ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാനൊരു എന്താ പറയുക, ഞാൻ മനുഷ്യനല്ല, ഐ ഹാഡ് ബിക്കം എ ലോങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്ക്, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഹീസ് എ ലൈഫ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സാർ ഹീസ് ഗോൺ. അപ്പോൾ എനിക്ക് പിന്നെ എന്ത് കണ്ടിട്ടില്ല, അവനൊരു സീ ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് കരയാൻ. സാർ 0.4875 സാറിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ ഫയർ പ്ലാൻ തയ്യാറാക്കുന്നത് സാർ തന്നെയായിരുന്നു. ടൈഗർ ഹില്ലിനപ്പുറം ഇതിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് കാര്യങ്ങൾ ചെയ്തത്. എങ്ങനെയായിരുന്നു ആ ഒരു അറ്റാക്ക്, ആ ഒരു ആക്രമണം? നമ്മളെങ്ങനെയാണത് പിടിച്ചെടുത്തത്? ഫസ്റ്റ്ലി 0.4875ൻ്റെ പ്രാധാന്യം, ഇത് നാഷണൽ ഹൈവേ 1 ആൽഫ ഉണ്ടല്ലോ, അത് മുഗൾപുര എന്ന് പറയുന്ന അവിടുന്ന് ദ്രാസ് വരെയുള്ള കംപ്ലീറ്റ് ഏരിയ അതിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് 0.4875, മാസീവ് ഫീച്ചർ. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഏകദേശം അവരുടെ 2 കമ്പനി ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഫീച്ചർ പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ദ്രാസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തത് 79 മൗണ്ടൻ ബ്രിഗേഡിനാണ്. 79 മൗണ്ടൻ ബ്രിഗേഡിൽ അന്ന് ഉണ്ടായിരുന്ന ബറ്റാലിയൻസ്, ഒന്ന് 17 ജാട്ട്, 13 ജാക്രിഫ്. ആ 5140ൻ്റെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം 13 ജാക്രിഫിനെ 79 ബ്രിഗേഡിനെ അലോട്ട് ചെയ്തു. പിന്നെ 2 നാഗ എന്ന് പറയുന്ന വേറെ ഒരു ബറ്റാലിയൻ, 12 മഹാർ എന്ന് പറയുന്ന മറ്റൊരു ബറ്റാലിയൻ, പിന്നെ 28 RR രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയൻ. ഇത്രയായിരുന്നു ഇവരുടെ ഇൻഫൻട്രി കോമ്പണൻറ്റ്. അതുകൂടാതെ 9 പേര സ്പെഷ്യൽ ഫോഴ്സ്, അവരും 50 പാര ബ്രിഗേഡ്, അതിലെ 1-2 ബറ്റാലിയൻസ്, അത്രയും. അപ്പോൾ അവർക്ക് വേറെ ടാസ്കുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഇതിലെ ഇൻഫൻട്രി കോമ്പണൻറ്റ്. 0.4875 എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫീച്ചറായ കാരണം ഒറ്റയ്ക്ക് ഒരു ബറ്റാലിയനെ കൊണ്ട് ഒരു ഇതിൽ, ഇപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ ഒരേ ബറ്റാലിയനാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ടോളലിംഗിൽ 2 രാജ് റൈഫ്, പിന്നീട് 5140ൽ മെയിൻലി 13 ജാഗ്രൈഫ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 18 ഗഡ്വാൾ റൈഫിൾ എന്നൊക്കെ. ഇവിടെ അത് പറ്റില്ല. ഇവിടെ പല മൾട്ടി ഡയറക്ഷനിൽ നിന്ന് വേണം അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മൾട്ടി ഡയറക്ഷൻ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഈ ഫീച്ചറിൻ്റെ മീതുള്ള ഫയർ പ്ലാൻ ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അപ്പോൾ വാജ്യത്ത് ഈ ഫയർ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സാധാരണ ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ ഡീഗ്രേഡ് ചെയ്യും. ഡീഗ്രേഡ് എന്ന് വെച്ചാൽ ആർട്ടിലറി ഫയർ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളൊരു 40%, 50%, 60% പോസിബിൾ അത്രയും തന്നെ ഡീഗ്രേഡ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഫൈറ്റിംഗ് പൊട്ടൻഷ്യൽ കുറയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഫൻട്രി മെയിൻ അറ്റാക്ക് തുടങ്ങുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, കവറിങ് ഫയർ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ SOS ഇത് ചെയ്യുക, അവരുടെ ഗൺ ഏരിയനെ ഫയർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ടാസ്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫയർ പ്ലാൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയർ പ്ലാനാണ്. ഒന്നാമത് വളരെ വലിയ ഏരിയ. അപ്പോൾ അത്രയും വലിയ ഏരിയനെ നമ്മൾ ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ആർട്ടിലറി കോമ്പണൻറ്റ് ഞാൻ പറഞ്ഞുതരാം. 19 ആർട്ടിലറി 5 യൂണിറ്റ്സാണ്. അപ്പോൾ ഒരു യൂണിറ്റിൽ 6 ഗൺസ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 19 × 6 114. പിന്നെ ഇതിൻ്റെ മീതെ 8 ബോഫേഴ്സ് ഗൺ ഡയറക്റ്റ് ഫയറിങ്ങിനായിട്ടുണ്ടായിരുന്നു. പിന്നെ BMR, അതായത് BM-21 റോക്കറ്റ് ലോഞ്ചർ, ഇത്രയും ആർട്ടിലറിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫയർ പ്ലാൻ ഉണ്ടാക്കുന്ന റെസ്പോൺസിബിലിറ്റി നമ്മളോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ ഏരിയ കവർ ചെയ്യുന്നത് നമുക്ക് എക്സാക്ട്ലി ഒരു ഡിപ്ലോയ്മെൻ്റ് അറിയില്ല. അപ്പോൾ ഓരോരോ പോയിൻറ്റിൽ വേണം ഗൺസിന് ഡയറക്റ്റ് ചെയ്യാൻ. ആദ്യത്തെ ആ ഡീഗ്രഡേഷൻ അത് ചെയ്യുമ്പോഴും നമ്മളതിനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 6 ഗൺസ് ഒരുമിച്ച് ഫയർ ചെയ്യുന്നിടത്ത് 1 ഗൺ മാത്രമാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഗണ്ണിനോട് പറയണം, നിങ്ങൾ ആദ്യം ഇവിടെ ഫയർ ചെയ്യുക, പിന്നെ ഇടത്തോട്ട് ഫയർ ചെയ്യുക, പിന്നെ ഇടത്തോട്ട് ഫയർ ചെയ്യുക, ഇങ്ങനെ ഫയർ ചെയ്യുക, പിന്നെ സെൻറ്ററിലേക്ക് വരിക, റൈറ്റിലോട്ട് ഫയർ ചെയ്യുക, പിന്നെ വീണ്ടും തിരിച്ചു വരിക, പിന്നെ ഡെപ്തിലേക്ക് ഫയർ ചെയ്യുക, അങ്ങനെ ഫയർ ചെയ്യാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫയർ പ്ലാനാണ്. അപ്പോൾ ഈ ഫയർ പ്ലാനിൻ്റെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല അറിവ് വേണം. അതുമാത്രമല്ല, മനസ്സ് ആ നേരത്ത് ഏകാഗ്രത കിട്ടണം. അപ്പോൾ അത്രയും സീനിയറായിട്ടുള്ളൊരു ഓഫീസർ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ, ഞാനല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഫയർ പ്ലാനാണ് ഉണ്ടാക്കുന്നത്. ഒറിജിനലി അറ്റാക്ക് പ്ലാൻ ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറാണ്, അദ്ദേഹത്തിൻ്റെയാണ് ആക്ച്വൽ പ്ലാൻ. ഈ പ്ലാനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫയർ പ്ലാൻ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഞാൻ CRDയോട് പറഞ്ഞു, സർ ഇതിനായിട്ട് ആങ്കർ ഒബ്സർവേഷൻ പോസ്റ്റിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എങ്ങനെ പോവുക, ഒരു കമാൻഡിങ് ഓഫീസർ, നീ അവിടെ പോയത് എൻ്റെ റെജിമെൻറ്റിനെ ആര് കമാൻഡ് ചെയ്യും, അതൊന്ന്. രണ്ടാമത് ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡറുടെ കൂടെ വേണം. മിനിറ്റ് ടു മിനിറ്റ് ടാക്ടിക്കൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കണം, ആർട്ടിലറി എങ്ങനെയാണ് എംപ്ലോയ് ചെയ്യേണ്ടത്, എവിടെയാണ് എംപ്ലോയ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന് പറഞ്ഞേക്കാനായിട്ട് ഞാൻ സമ്മതം തരില്ല എന്ന് പറഞ്ഞു. 79 ബ്രിഗേഡ് അദ്ദേഹത്തിൻ്റെയാണ് ആക്ച്വൽ അറ്റാക്ക് പ്ലാൻ. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുബു നിനക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ ഇവിടെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനവിടെ പോയാൽ പറ്റില്ല, എനിക്ക് ദേഷ്യം പിടിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിന്നെ അവിടെ പിടിച്ച് കെട്ടിടും, ലിറ്ററലി ഞാൻ കെട്ടിടും, നീ എൻ്റെ അടുത്ത് വേണം. അപ്പോൾ ഇവരോട് എങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെറിയ റിസ്ക് എടുക്കാം. അങ്ങനെ അപ്പോൾ എനിക്കിതിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്ക് ഇയാളുടെ കൂടെ ഇരുന്നാൽ മതി, സേഫായിട്ട് ബങ്കറിൽ വൈജത്ത്. അങ്ങനെ ഞാൻ GOCയോട് പറഞ്ഞു. അപ്പോൾ GOC ഞാനും തമ്മിൽ നല്ലൊരു ഈക്വേഷൻ ഉണ്ടല്ലോ. ഞാൻ GOCയുടെ അടുത്ത് പോയി. GOCയോട് പോയിട്ട് ഞാൻ പറഞ്ഞു, സർ ഈ പ്ലാൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ കേണൽ സുബ്രഹ്മണ്യൻ ടോപ്പിൽ വേണം, ഞാനവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്. അപ്പോൾ വേറൊരു കാര്യം ഉണ്ടായി വാജത്ത്, ഈ 17 ജാട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫൻട്രി ബറ്റാലിയൻ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഈ 17 ജാട്ടിലെ അപ്പോൾ ഇവരും ഞങ്ങളും ഷാർശാലിയിൽ ഒരുമിച്ച് കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ നടത്തിയതാണ്. അപ്പോൾ അവർ ആ ബറ്റാലിയനായിട്ട് നമ്മുടെ വളരെ അടുത്ത ബന്ധമാണ്, എല്ലാ ഓഫീസേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇവരുടെ സുബേദാർ മേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ജവാന്മാരെ സാർ ഒന്ന് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആർട്ടിലറിയിലെ COs ഒന്നും ഇൻഫൻട്രി ബറ്റാലിയനെ പോയിട്ട് അങ്ങനെ അഡ്രസ്സൊന്നും ചെയ്യാറില്ല. കാരണം ഇൻഫൻട്രി ബറ്റാലിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേറെ ഫോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് പോവുക, എന്നിട്ട് അവരായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സർ ബച്ചോങ്ക ജാൻ ആപ്കെ ഹാത്ത് മേ എന്ന്. അതായത് ജവാന്മാരുടെ ജീവിതം സാബിൻ്റെ കയ്യിലാണ്, സാബിൻ്റെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അറിയായിരുന്നു. അങ്ങനെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നോക്ക് ആഖ്രി ശ്വാസ് തക് എന്ന് വെച്ചാൽ അവസാന ശ്വാസം വരെ, ആഖ്രി ദം തക്, നമ്മൾ ഹിന്ദിയിലൊരു ഫ്രേസാണ്, കൂടെ ഉണ്ടാവും, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ട്, അപ്പോൾ GOCയോട് പറഞ്ഞപ്പോൾ GOCയും സമ്മതിക്കുന്നില്ല പോകാനായിട്ട്. അപ്പോൾ GOC പറഞ്ഞു, സുബു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ പ്ലാൻ ആകെ ഗുലുമാലാവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഈ സുബേദാർ മേജർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി സാറിൻ്റെ ഇഷ്ടം. അപ്പോൾ GOCക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ GOC പറഞ്ഞു, ഞാൻ ഇൻഫൻട്രി ബ്രിഗേഡ് കമാൻഡറോടോ ആർട്ടി ബ്രിഗേഡ് കമാൻഡറോട്ടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും പോകുന്നുള്ളത്, എനിക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു 15 റിഡ്ജ് എന്ന് പറഞ്ഞൊരു റിഡ്ജുണ്ട്. ആ റിഡ്ജിൻ്റെ മീതെ ഞാനൊരു ഓപ്പറേഷൻ പൊസിഷൻ, ആങ്കറോപ്പി പൊസിഷൻ തയ്യാറാക്കാനായിട്ട് എൻ്റെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പൊസിഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ക്ലൈംബ് ചെയ്യണം, 6 മണിക്കൂർ ക്ലൈംബ് ചെയ്തിട്ട് വേണം അവിടെ എത്താനായിട്ട്. അങ്ങനെ 4-ാം തീയതി രാവിലെ ഒരു 6 മണി മുതൽ ഞാൻ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. ഇനിയാണ് അറ്റാക്കിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 0.4875 മീതെ അറ്റാക്ക് ചെയ്യാനായിട്ട് കമാൻഡർ ഉണ്ടാക്കിയ പ്ലാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. 17 ജാട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായത് സൗത്ത് വെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മറ്റൊരു സൗത്ത് ഈസ്റ്റിൽ നിന്ന് സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് മറ്റേ ബറ്റാലിയൻ വെച്ചാൽ 13 ജാഗ്രഫ്. അപ്പോൾ 2 ബറ്റാലിയൻസ് ഒരേ സമയത്ത് ഒരു പിൻസർ, അതായത് ഒരു അറ്റാക്ക് ഈ ഭാഗത്ത് നിന്ന് മറ്റേ അറ്റാക്ക് ഈ സൈഡിൽ നിന്ന് പോവുക. അപ്പോൾ ഇവർക്ക് കൊടുത്ത ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിനെ പിമ്പിൾ കോംപ്ലക്സ് ആണ് പറയുക. അപ്പോൾ ഈ പിമ്പിൾ കോംപ്ലക്സിൽ 3 ആണ്. അതിൽ പ്രധാനപ്പെട്ട ഇതായിരുന്നു ഈ പിമ്പിൾ 1. ഈ പിമ്പിൾ 1ൻ്റെ പിന്നിലാണ് ഈ പിമ്പിൾ 2. അപ്പോൾ ഫേസ് 1ൽ ഈ പിമ്പിൾ 1ഉം വേറൊരു ഒബ്ജക്റ്റീവാണ് 17 ജാട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കാണാം. അതിൻ്റെ അങ്ങേ ഭാഗത്താണ് ഈ പിമ്പിൾ 2 ഉള്ളത്. അതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നാലും കാണില്ല. അപ്പോൾ ഞാൻ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള 15 റിഡ്ജിൽ നിന്ന് എനിക്ക് പിമ്പിൾ 1ഉം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റീവിൻ്റെ പേര് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഓർമ്മ വരുന്നില്ല വാജത്ത്, ഈ 2ഉം എനിക്ക് ഇവിടുന്ന് കാണാം. ഈ മറ്റൊരു, അതായത് 13 ജാഗ്രഫ്, അവർക്ക് 0.4875ഉം ടോപ്പും. അപ്പോൾ ആ 2 അവർ അറ്റാക്ക് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ 17 ജാട്ടിൻ്റെ, അപ്പോൾ അവരാണ് ആദ്യം തുടങ്ങുന്നത്, അവിടേക്ക് പോകാനായിട്ട് അവിടേക്ക് പോയി. അങ്ങനെ അന്ന് 4-ാം തീയതി വൈകുന്നേരം 6:20 നമ്മുടെ ഫയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. 108 ഗൺസ്, ഇൻഡയറക്റ്റ് ഫയറിങ്, 8
ഈ 108 ഗൺസ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ മോട്ടറും ഒക്കെ പെടും. 8 ഗൺസ് ഡയറക്റ്റ് ഫയറിങ്. ഈ 6:20 മുതൽ നമ്മൾ ഫയർ ചെയ്തിട്ട് 80 മിനിറ്റ് നേരത്തെ ഫയറിങ് വായിച്ചെത്ത്. ഈ 80 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഫയർ ചെയ്തു. ഈ ഫയറിങ് അടക്കുമ്പോൾ അപ്പോൾ നല്ല ഇരുട്ടായി. ഇതിങ്ങനെ കിടന്നിട്ട് ഈ മലയുണ്ടല്ലോ ഇങ്ങനെ കിടന്നിട്ട് വിറയ്ക്കായിരുന്നു. ലിറ്ററലി ഇത്ര ഷെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അത് നമ്മൾ റാപ്പിഡ് റേറ്റിലാണ് ഫയർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 80 മിനിറ്റ് നേരം നമ്മൾ ഫയർ ചെയ്തു. ഈ ഫയറിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇൻഫൻട്രിയുടെ മൂവ്മെൻറ്റ്. അങ്ങനെ ഇൻഫൻട്രി പിന്നെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഓൺ കോൾ ഫയർ എന്ന് പറയും. ഓൺ കോൾ ഫയർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫയർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഫയർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സേഫ്റ്റി ആസ്പെക്റ്റ് ഇൻവോൾവ് ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഓൺ കോളാണ്. അപ്പോൾ നമ്മളൊരു ഫയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ടൈംഡ് ഓൺ കോൾ എന്ന് പറയും. ഇൻഫാക്ട് സമയത്തിനനുസരിച്ച് ഇവരുടെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഗണ്ണിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ മലയുടെ മീതെ നമ്മൾ പ്ലെയിനിലാണെങ്കിൽ നമുക്കൊരു എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൽ 100 മീറ്റർ കവർ ചെയ്യുന്നുള്ളത്. മലയിൽ പറയാൻ പറ്റില്ല. മലയിൽ ഒരു 100 മീറ്റർ കവർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 12 മിനിറ്റ് എടുക്കാം, 15 മിനിറ്റ് എടുക്കാം, 20 മിനിറ്റ് എടുക്കാം. ഓക്കെ, അതുമാത്രമല്ല മലയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശത്രുക്കളുടെ റേഷ്യോ ഒന്നാണെങ്കിൽ നമ്മൾ 12 അല്ലെങ്കിൽ 14 ഇരട്ടി നമ്മുടെ ഫോഴ്സ് വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ടൈംഡ് ഫയർ ഇതിൻ്റെ മീതെ ചെയ്തു. അങ്ങനെ 17 ചാട്ട് ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ പോയി അവിടുന്ന് ആദ്യത്തെ 2 ഫീച്ചർ കുറച്ച് കാഷ്വാലിറ്റി പരിപാടിയൊക്കെ ഉണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് അപ്പോൾ ആ ഫേസ് കഴിഞ്ഞു, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. അപ്പോഴത്തേന് പിന്നെ 13 ജയഗ്രഫ് അടുത്ത ഇവരുടെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ 0.4875 ഉണ്ടല്ലോ, ആ ഫീച്ചർ അവർ പിടിച്ചെടുത്തു. ഇനി അടുത്ത ഫീച്ചർ അതിൽ തന്നെ ഫേസ് 2, അതായത് 2ാം ഭാഗത്തിൽ പിമ്പിൾ 2 എന്ന് പറയുന്ന ഫീച്ചറിനെ പിടിച്ചെടുക്കണം. അപ്പോൾ ഈ പിമ്പിൾ 2 നമുക്ക് ഇവിടുന്ന് കാണില്ല. ഈ പിമ്പിൾ 2ൻ്റെ അറ്റാക്കിന് പോയപ്പോൾ അനോജ് നയ്യാർ ഉണ്ടായിരുന്ന അനോജിൻ്റെ കമ്പനി, ചാർലി കമ്പനിയാണെന്ന് തോന്നുന്നു, അവരുടെ കമ്പനി കമാൻഡ് ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് ഇതിൽ ബുള്ളറ്റ് കൊണ്ട് താഴെ വന്നു. പിന്നെ അനോജ് നയ്യാറായിരുന്നു ആ കമ്പനിയിൽ ലീഡ് ചെയ്തത്. അനോജ് നയ്യാർ 4 ബങ്കേഴ്സ് ക്ലിയർ ചെയ്തു. 4 അപ്പോൾ ഓരോ ബങ്കറിൽ പോയിട്ട് നമ്മൾ ഫിസിക്കലി അസോൾട്ട് ചെയ്യണം. 4 ബങ്കർ. അപ്പോൾ ഈ ബങ്കേഴ്സ് ഇങ്ങനെ എച്ചലൻസ് പറയും. എച്ചലൻസ് പറയും 1, 2, 3, 4 ഇങ്ങനെയാണ്, 2 ഒരുമിച്ചല്ല. അപ്പോൾ ഇവർക്കറിയാം, ശത്രുക്കൾക്കറിയാം ഇങ്ങനെ ഇൻഫൻട്രിക്ക് വരാൻ പറ്റുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ. അപ്പോൾ ഓരോന്നിലും മെഷീൻ ഗൺസ് ഉണ്ട്, ഓരോരുത്തരും മെഷീൻ ഗൺസ് ഉണ്ട്. അവരവരുടെ ഈ ഫയർ ഡയറക്ഷൻസൊക്കെ ശരിക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതിലെ പോയാലും ഇവരുടെ ബുള്ളറ്റ് നമ്മുടെ മീതെ കൊള്ളും. അപ്പോൾ അതിനെ മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറയും. മ്യൂച്വൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വാജ്യത്ത്? ഇപ്പോൾ വാജ്യത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഇവിടേക്ക് ശത്രുക്കൾ ഇങ്ങനെ ആക്രമിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു വെപ്പൺ ഇവിടെ സൈറ്റ് ചെയ്യും, മറ്റൊരു വെപ്പൺ ഇവിടെ സെറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക് വെപ്പൺസ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വെപ്പൺസ് ഈ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യും, ഇവിടെ ഉള്ളത് ഈ ഡയറക്ഷനിലേക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഈ ക്രോസ് ഫയർ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വരാൻ. എങ്ങനെ വരിക? ഇത് മെയിനായിട്ടിൽ ഇങ്ങനെ ബെൽറ്റ് ഫയറിങ് ആണല്ലോ. ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് സൈറ്റ് ചെയ്യുക. പാകിസ്ഥാനികളുടെ ടാക്ടിക്സ് ആയാലും നമ്മുടെ ടാക്ടിക്സ് ആയാലും ശരി, ആരുടെ ടാക്ടിക്സ് ആയാലും ഇതെല്ലാം ഒരേമാതിരിയാണ്. അങ്ങനെ ഈ പിമ്പിൾ 2-ൽ 4ാമത്തെ ബങ്കർ പിടിച്ചോട്ട് കൂട്ടിയിട്ട് അപ്പോൾ അവൻ ഏകദേശം 6-7 വരെ അനിരുദ്ധ് നയ്യാർ ശരിക്കും ഷൂട്ട് ചെയ്യലായിട്ടെല്ലാം ചെയ്തതിന് ശേഷം അനിരുദ്ധ് നയ്യാർ വെടി കണ്ടു താഴെ വന്നു, ഡൈഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. ഇനി അവിടെ ഇൻഫൻട്രിയുടെ ആരുമില്ല, ഇൻഫൻട്രിയുടെ കമാൻഡേഴ്സ് ആരുമില്ല അവിടെ. ആ സമയത്ത് ഈ 17 ജാർഡിൻ്റെ CEO കേണൽ US ബാബ എന്നോട് റേഡിയോ സെറ്റിൽ സംസാരിച്ചു. അപ്പോൾ റേഡിയോ സെറ്റിൽ നമ്മൾ പറയുന്നത് മുഴുവൻ പാകിസ്ഥാനികൾക്ക് കേൾക്കാം, അവർ പറയുന്നത് നമുക്കൊന്നും കേൾക്കാം. അവിടെ സീക്രറ്റ് ഡിവൈസ് ഒന്നുമില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാം? പന്ത്രാസ് റീജിൽ ഒരേ ഒരു പൊസിഷനുള്ളൂ ഓക്കെ. അവിടേക്ക് അത് ഒരങ്ങ് രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ വാജ് അവരുടെ മോട്ടർ ഫയർ, MMG ഫയർ, ആർട്ടിലറി ഫയർ എന്തൊക്കെയാണ് വന്നു വീഴുന്നത് നമുക്ക് ഉരുപ്പെട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൗണ്ട്സ് ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളവിടെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ബൈനോക്കുലർ വെച്ചിട്ടാണ് നോക്കുന്നത്. പിന്നെ സമയരാത്രി, അപ്പോൾ അവർക്ക് നേരിട്ട് നോക്കിയിട്ട് ഫയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേ കൂടെ നോക്കുമ്പോൾ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ശരവർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓർഡേഴ്സ് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. പറഞ്ഞിട്ട് ഇത്ര ഉറക്കത്തില്ല. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് പാസ് ചെയ്യണ്ടേ? ഓർഡേഴ്സ് പാസ് ചെയ്യാൻ ഒരു നിർത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം ഒരു ഗോസ്വാമി എന്ന് പറഞ്ഞിട്ട് മേജർ ഗോസ്വാമി ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, അപ്പോൾ വേറൊരു OP ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 300 മീറ്റർ. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്
അവിടുന്ന് റേഡിയോ സെറ്റിൽ വായു തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു 5 റൗണ്ട് ഗൺ ഫയർ 4 റൗണ്ട് ഇതൊക്കെ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു. നീ പറഞ്ഞു. അപ്പോൾ അവനായിട്ട് വേറെ ആരും കണക്റ്റഡ് അല്ല, വേറൊരു ഫ്രീക്വൻസി കൊടുത്തു. ഈ ഫ്രീക്വൻസി ഒക്കെ പാകിസ്ഥാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ റേഡിയോ സെറ്റിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ടെലിഫോണിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് GOC ആയിട്ട് ഒരു ഡയറക്റ്റ് 1-to-1 ഒരു റേഡിയോ സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഉടനെ തന്നെ GOC ആയിട്ട് പറയാതെ തന്നെ അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ ടെലിഫോണിലേക്ക് മാറി. അപ്പോൾ ടെലിഫോണിലാകുമ്പോൾ പിന്നെ ആരും കേൾക്കില്ലല്ലോ. അങ്ങനെ ഗോസ്വാമി അവിടെ നിന്ന് ഈ ഓർഡർ പാസ് ചെയ്യുമ്പോൾ ഇവരുടെ ഫയറിങ് മുഴുവൻ അങ്ങോട്ട് പോയി. ഇവർ ഈ ഫയർ ചെയ്യുന്ന ഇവരുടെ പാകിസ്ഥാനിലുള്ള ഫയറിങ് മുഴുവൻ അങ്ങോട്ട് പോയി. പിന്നെയാണ് നമുക്ക് ഇവിടുന്ന് ശരിക്കും ഓർഡേഴ്സ് പാസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ എനിക്ക് ഈ പിമ്പിൾ 2ൻ്റെ മീതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ബാബ എന്നോട് വിളിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബാബ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സർ എന്താ ചെയ്യുക, അപ്പോൾ ഇവിടെ ഇൻഫൻട്രിയിലത്തെ ഓഫീസേഴ്സ് ആരില്ല, ഇൻഫൻട്രിയിലത്തെ ഓഫീസർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ തന്നെ അന്ന് ക്യാപ്റ്റൻ SP ഗില്ല് അത് കാണുന്നു ഫോട്ടോയിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കൊച്ചു പയ്യനാ, അവനൊന്ന് 24 വയസ്സുള്ളൂ. ഞാൻ ഉടനെ തന്നെ ബാബുവോട് പറഞ്ഞു, ഗില്ലല്ല ഞാൻ അപ്പോയിൻറ്റ് ചെയ്യണം ടു ലീഡ് ദ അറ്റാക്ക്. അവൻ പറഞ്ഞു, സാർ ആരായാലും സാറില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഗില്ലി നിനക്ക് പറ്റുമോ? പറഞ്ഞു, യെസ് ഐ ഡു ഇറ്റ്. പിന്നീട് ഗില്ലിയാണ് അടുത്ത 3 ബങ്കർ കൂടിയുള്ളൂ അവിടുന്ന് പിന്നെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബങ്കർ ഗില്ലി ക്ലിയർ ചെയ്തു, രണ്ടാമത്തെ ഇത് ചെയ്യുമ്പോഴത്തേന് ഗില്ലിക്ക് വെടിവിട്ടു. അത് കിടക്കുന്നത് താഴെ, പിന്നെ ആരുമില്ല. അപ്പോഴേ പിന്നെ ഈ ട്രൂപ്സ് ഉണ്ടല്ലോ, ജാട്ടുകൾ, ഭ്രാന്തായവർക്ക്, അവർ അവിടെ നിന്ന് പോയിട്ട് കണ്ടവരെ മുഴുവൻ സകലണ്ടത്തിന് ഫിനിഷ് ചെയ്തു. ആരുമില്ല, കംപ്ലീറ്റ് ക്ലിയർ. അപ്പോഴത്തിന് അവരത് കൗണ്ടർ അറ്റാക്ക് ഫസ്റ്റ് കൗണ്ടർ അറ്റാക്ക്. ഈ പിമ്പിൾ 2 ഫീച്ചറിൻ്റെ മേത്തെ കാര്യമാണ് പറയുന്നത്. അവരവിടെ നിന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്തു. കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോഴത്തിന് വേറെ ഒരു റിസർവ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ റിസർവ് കമ്പനിയിലത്തെ ആ ഓഫീസർ, അപ്പോൾ അവൻ അവിടെ ചാർജ് എടുത്തു. കൗണ്ടർ അറ്റാക്ക് വരണം, കൗണ്ടർ അറ്റാക്ക് ഒന്ന് തീർച്ചയായിട്ടും അവരിത് പിടിച്ചെടുക്കും. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ അഡ്ജുറ്റൻ്റ് ഉണ്ടല്ലോ, എൻ്റെ അഡ്ജുറ്റൻ്റ് സുനിൽ ഉപാധ്യായ, ഈ സുനിൽ ഉപാധ്യായ നേരിട്ടിട്ട് ഇൻഫൻട്രി നെറ്റിലേക്ക് പോയിട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് നെറ്റിലേക്ക് പോയിട്ട് സിയോനോട് പറഞ്ഞു, സാർ എല്ലാ ഓർഡേഴ്സും സിഒക്കും എനിക്കും പാസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവിടെയുള്ള ഇൻഫൻട്രിക്കാർ, കാരണം നേരിട്ട് പാസ് ചെയ്യാനായിട്ട് OP ഓഫീസറില്ലല്ലോ, അവരെനിക്ക് പാസ് ചെയ്തു, ഞാൻ ഗണ്ണിലേക്ക് ഇത് ചെയ്തു. പിന്നെ വേറൊരു പാർട്ടി നേരിട്ട് സുനിലിന് ഓർഡർ കൊടുത്തു. പിന്നെ നമ്മൾ ഇവരുടെ ഓർഡർ ഫയർ കറക്റ്റ് ചെയ്യുന്ന ഇൻഫൻട്രിക്കാരാണ്. ഇതൊക്കെ ഒന്നും നടക്കാത്ത സംഭവങ്ങളാണ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഫയർ ചെയ്തു. ആദ്യത്തെ അറ്റാക്ക് നമ്മളും ഇൻഫൻട്രിക്കാരും കൂടെ 2 കൂട്ടരും കൂടെ, പ്രൈമറിലി ആർട്ടിലറി, അതിനെ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ നടക്കുമ്പോഴത്തിന് വീണ്ടും അപ്പോഴത്തിന് പകൽ വെളിച്ചായി. പിന്നെ നമുക്ക് കാണല്ലോ. അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് ഫിനിഷ് ചെയ്തു. ഇനി അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. കാരണം ഇപ്പോൾ 0.4875 ഈ പിമ്പിൾ കോംപ്ലക്സ് നമ്മൾ പിടിച്ചെടുത്തപ്പോൾ പിന്നെ അടുത്ത 13 ജാക്ക് റൈഫിളിൻ്റെ ആ അറ്റാക്ക് ഉണ്ടല്ലോ, അതിനെ കൺട്രോൾ ചെയ്യണമല്ലോ. അപ്പോൾ അവർ ഓൾറെഡി അറ്റാക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും അവർ 0.4875 പിടിച്ചെടുത്തിട്ടുണ്ട്, ടോപ്പ് അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പിമ്പിൾ 2ൻ്റെ മീതുള്ള അറ്റാക്ക് ഉണ്ടല്ലോ, ആ അറ്റാക്കിനെ തടഞ്ഞു നിന്നിരുന്ന ഒരു ഫീച്ചറാണ് ലെഡ്ജ്. ആ ലെഡ്ജിൽ നിന്ന് ഫയർ നേരിട്ടിട്ട് ഇങ്ങനെ ഇവരുടെ മീതേക്ക് വന്നിട്ടിരിക്കുകയാണ്. ഈ ലെഡ്ജിനെ ക്ലിയർ ചെയ്യാനായിട്ടൊരു മാർഗ്ഗമില്ല. ലെഡ്ജിനെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പിമ്പിൾ 2 പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്താണ് 2 ഇൻഡിവിജ്വൽസ്, ഒന്ന് റൈഫിൾമാൻ സഞ്ജയ് കുമാർ. അപ്പോൾ സഞ്ജയ് എൻ്റെ ഡീറ്റെയിലുള്ള കഥ ഞാൻ പറയുന്നില്ല. 4 ബങ്കേഴ്സ് നിശേഷൻ ന്യൂട്രലൈസ് ചെയ്തു. 5ാമത്തെ ബങ്കർ ക്ലിയർ ചെയ്യുമ്പോഴത്തിന് സഞ്ജയ്ക്ക് ടീമായിരുന്നു, പക്ഷേ അതിൽ മുന്നിൽ ഇവനായിരുന്നു. അപ്പോൾ സഞ്ജയ്ക്ക് വെടികൊണ്ട് താഴെ വീണു. അപ്പോൾ വളരെ ധീരതയോട് കൂടിയിട്ട് ഏറ്റവും സാധ്യമുള്ള കാര്യമാണ്. സഞ്ജയ് കുമാറിന് പിന്നീട് പരമചക്രം ഉണ്ടായി. ലെഡ്ജിൽ അവിടെ ഒരു നെസ്റ്റ് എന്ന് പറയും നമ്മൾ, MMG ആണ്. ആ MMGയിൽ അവർ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 ജവാന്മാർ വെടികൊണ്ട് വീണു. അപ്പോൾ അതിൽ ഒന്ന് ഒരു EMEയിലുള്ളൊരു പയ്യനായിരുന്നു. അപ്പോൾ ഈ EMEയിലത്തെ പയ്യനെ റിട്രീവ് ചെയ്യാനായിട്ട് ആരുമില്ല, ഒക്കെ മുറിവേറ്റിട്ട് കിടക്കുകയാണ്. അപ്പോൾ വിക്രം ബത്ര പറഞ്ഞു ഞാൻ ഇവനെ എന്ന് പറഞ്ഞിട്ട് വിക്രം ബത്ര വിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ നെക്സ്റ്റ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒബ്ജക്റ്റീവ് അല്ല, മൈൻഡ് യു, 13 ജാക്കിൻ്റെ ടാസ്ക് ഇറക്കുറ കഴിഞ്ഞു. അപ്പോൾ ഈ പിമ്പിൾ 2ൻ്റെ മീതെ അവർ എഫക്റ്റീവായിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് പിന്നെ ബത്ര നേരിട്ടിട്ട്
ഈ ഇതിനെ ലെഡ്ജിനെ ചാർജ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ആദ്യത്തേതിനെ ക്ലിയർ ചെയ്തു, രണ്ടാമത്തേതിനെ ചെയ്തു, മൂന്നാമത്തെ ആകുമ്പോഴത്തേനും അവരെ കൊണ്ട് പുറത്തോട്ടിറങ്ങി വന്നു. പിന്നെ ബത്രയും ടീമും കൂടിയിട്ട് ഉള്ള ഡയറക്റ്റ് മൽപ്പിടുത്തമെന്ന് നമ്മൾ പറയില്ലേ, അതിൽ ബത്രയ്ക്ക് വെടികൊണ്ട് ബത്ര താഴെ വീണു. അപ്പോൾ വിക്രം ബത്ര അവിടെ കിടന്നിട്ട് തന്നെ അവിടെ വെച്ചിട്ട് തന്നെ പിന്നെ വീരമൃത്യു പ്രാപിച്ചു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു 0.4875 ഗണ്ണേഴ്സിൻ്റെ ഏറ്റവും വലിയ റോളായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം അന്നത്തെ കോർ കമാൻഡ് ആ ഫീച്ചറിനെ ഗൺ ഹിൽ നിന്ന് പേരിട്ടു. പിന്നീട് അത് ചേഞ്ച് ചെയ്തിട്ട് ബത്ര ടോപ്പാക്കി. എന്നിട്ട് ഞങ്ങൾ ഈ 5140 ഞങ്ങളുടെ ആർട്ടിലറി ഗൺസ് വളരെ പ്രധാനമായിട്ടുള്ള അത് ഗൺ ഹില്ലാക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞില്ല. ഇനി 2 നാഗ എന്ന് പറയുന്നൊരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു. 2 നാഗയോട് പറഞ്ഞു ഡെപ്തില്ല ടാർഗറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഈ ഫീച്ചറിൽ നിന്ന് ഒരു ഫീച്ചർ ഇങ്ങനെ പോയിട്ട് അത് ട്വിൻ ബംബ് എന്ന് പറയും. പിന്നെ അത് കണ്ട് റോക്കി നോബ് എന്നിട്ട് വേറെ ഒന്നുണ്ട്, അത് ടൈഗർ ഹില്ലിൽ പോയിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ പോർഷനും കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ഈ ഏരിയ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് 2 നാഗയെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. 2 നാഗ അറ്റാക്ക് ചെയ്തു. അപ്പോൾ കേണൽ ബഡോലയായിരുന്നു അതിൻ്റെ സിഒ. 17 ചേട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ, US ഭാവിയായിരുന്നു. പിന്നെ ജോഷിയായിരുന്നു 18 ബഡോല മിടുക്കനായിട്ടുള്ള ഓഫീസർ. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഇവരൊക്കെ എന്നെ സാറിന് വിളിക്കാൻ, ഞാൻ അവരെക്കാളും ഒരു വർഷം സീനിയറായിരുന്നു. അപ്പോൾ ബഡോല എന്നോട് പറഞ്ഞു, സാർ ഇത് കാര്യം ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ടഫാണ്, പക്ഷേ എനിക്ക് നല്ലൊരു ടീമിനെ വേണം ഇതിൻ്റെ വേണമെന്നുണ്ട്. അപ്പോൾ നല്ല ടീം എന്ന് പറയുന്നത് ഒരു മേജർ ഒബ്രോയ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം നമ്മുടെ ജെറി ഉണ്ടായിരുന്നു, ജെറി പ്രേംരാജ്. അപ്പോൾ ജെറിയുടെ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ജെറി ഉണ്ട് ഇതിൻ്റെ കൂടെ, പിന്നെ ഞാനുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു ഓൾറെഡി, പുലിയ ടോപ്പിലോട്ട്. ഞാൻ പറഞ്ഞു എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തുള്ളൂ, കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ അറ്റാക്ക് നല്ല 2 നാഗ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് അറ്റാക്ക് നടത്തി. ഇവരെ അറ്റാക്ക് കണ്ടെത്തി അവിടെ മീതെത്തിയപ്പോൾ അതിൻ്റെ മുന്നിൽ കാണുന്ന 3 120 മോട്ടേഴ്സ്. ഈ 120 മോട്ടേഴ്സായിരുന്നു. ദേവർ ദ പീപ്പിൾ ഹു ആർ പ്ലേയിങ് ഹെവക്. അവരുടെ 2 ഇൻഫൻട്രിയുടെ 82 മോട്ടേഴ്സ്, അവരുടെ അടുത്തുള്ള 82 കാലിബറാണ്, നമ്മുടെ 81 കാലിബറാണ്. ഈ 5 മോട്ടേഴ്സ് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ട് ഇവരാണ് നമ്മുടെ മീതെ കണ്ടിട്ട് ഇത്രയും കാഷ്വാലിറ്റീസൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 2 നാഗ ഉണ്ടല്ലോ, ഈ 2 നാഗ ഇതിൻ്റെ മീതേക്ക് നേരിട്ടിട്ട് അങ്ങോട്ട് ആ ഗൺ പൊസിഷൻ റൈഡ് ചെയ്തു. ആ ഗൺ പൊസിഷൻ റൈഡ് ചെയ്തിട്ട് ആ ഗൺസിനെ പിടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓഫീസറായിരുന്നു ജെറി. അപ്പോൾ ജെറി ഫയർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജെറി ഗോട്ട് ഷോട്ട്. അപ്പോൾ ജെറിക്ക് വെടി കൊണ്ട വിവരം ഞാൻ ഇമ്മീഡിയറ്റ്ലി അറിയുന്നില്ല. കാരണം ഇതിൻ്റെ കമ്പനി കമാൻഡർ ആദ്യത്തെ ദിവസം തന്നെ അവൻ കാഷ്വാലിറ്റി ആയി. കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ ഇയാളുടെ ഫ്രാക്ചർ, അവൻ വെടിയൊന്നും കണ്ടിട്ടില്ല, അവന് ഊഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജെറിയാണ്. അപ്പോൾ പിന്നീട് ഞാൻ ബഡോലയോട് ചോദിച്ചു. അപ്പോൾ നമ്മളത് ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഞാൻ ബഡോലയോട് ചോദിച്ചു, ജെറി എവിടെ, എനിക്ക് അവനായിട്ട് സംസാരിക്കുന്നത്. അപ്പോഴാണ് എന്നോട് ബഡോല പറയുന്നത്, സർ ജെറി ഈസ് നോ മോർ പറയുന്നു. അങ്ങനെ നമ്മൾ 0.4875 നമ്മൾ അത് പിടിച്ചെടുത്തു. 0.4875 പിടിച്ച് എടുത്ത്, അപ്പോൾ ഇത് 4-ാം തീയതി ആയിരുന്നു ഈ ഇതിൻ്റെ മീതുള്ള അറ്റാക്ക്. 8-ാം തീയതി 8-9-ാം തീയതിയോട് കൂടിയിട്ടായിരുന്നു നമ്മൾ 8-ാം തീയതിയാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ്, കാരണം ഇത്രയും വലിയ ഇതായിരുന്നല്ലോ. അപ്പോൾ അജുവത്ത് ഈ സമയത്തൊക്കെ ഈ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ണടയ്ക്കാൻ സമയമില്ല. എങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കില്ല തുടർച്ചയായിട്ട് കംപ്ലീറ്റ് ഇൻഫൻട്രീസ്. ഞാനോ ഞങ്ങളുടെ ഗണ്ണേഴ്സോ ഒന്നും യുദ്ധത്തിന് കൂടെ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയായിരുന്നു. അങ്ങനെ 8-ാം തീയതി ആകുമ്പോഴത്തേന് നമ്മൾ 0.4875 പിടിച്ചു. 0.4875 പിടിച്ചെടുത്തപ്പോൾ ഏകദേശം 72 പേരെ പറ്റായിരുന്നു പട്ടാളക്കാർ. പക്ഷേ പാകിസ്ഥാനികളുടെ ഡെഡ് ബോഡി നമുക്ക് കിട്ടി. ആ ഡെഡ് ബോഡി പിന്നീട് നമ്മളാണ് ബ്രീത് അവിടെ. ദാറ്റ് ഇസ് അനദർ സ്റ്റോറി. അപ്പോൾ 4-ാം തീയതി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മളുടെ നവാസ് ഷെരീഫ് ഈ ചങ്ങാതി ആദ്യം ചൈനയിൽ പോയപ്പോൾ അവിടെ നിന്ന് ശരിയായിട്ടുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. 4-ാം തീയതി അതിന് മുമ്പാണ്. അങ്ങനെ പ്രസിഡന്റ് ക്ലിൻ്റൺ വിളിച്ചു. പ്രസിഡന്റ് ക്ലിൻ്റൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉടനെ തന്നെ അവിടെ നിന്ന് വീട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, വിട്ടുവേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ആദ്യം പറയേണ്ടായിരുന്നു ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യരുന്നു. അപ്പോൾ നമ്മളതിനെതിരായിട്ട് വളരെ ഇതായിട്ട് ഞങ്ങൾ പട്ടാളക്കാർക്ക് അതൊരു വലിയൊരു തിരിച്ചടിയാണ്. പക്ഷേ
പ്രസിഡന്റ് ക്ലിൻ്റൻ്റെ ഈ ഇൻസ്ട്രക്ഷൻ ഇവർക്ക് അതൊരു വലിയ ഇൻസ്ട്രക്ഷനായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആക്രമിച്ച് ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം വേൾഡ് ഒപ്പീനിയൻ ഞങ്ങൾക്കെതിരായി അവർ വിഡ്രോ ചെയ്തു. 12-ാം തീയതി നമ്മൾ സീസ് ഫയർ രണ്ട് കൂട്ടം കൂടെ പറഞ്ഞിട്ട് സീസ് ഫയർ പ്രഖ്യാപിച്ചു. അപ്പോൾ 16-ാം തീയതി സീസ് ഫയർ പ്രാബല്യത്തിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 15-ാം തീയതി ആകുമ്പോഴത്തേന് അപ്പോൾ നമ്മളെല്ലാവരും വെച്ച് കഴിഞ്ഞു. 15-ാം തീയതി ആകുമ്പോഴത്തേന് ഇവർ വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ 16-ാം തീയതി മുതൽ വീണ്ടും ഫയറിങ് ആരംഭിച്ചു. അപ്പോൾ ഇവർ മുഴുവനും ക്ലിയർ ചെയ്തിട്ടില്ല, ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മുഴുവൻ ഇവിടെ ഒട്ടാകെ മൈൻ ഫീൽഡ് പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമ്മളിവരെ ഉപദ്രവിക്കില്ലെന്ന് നമ്മൾ ഇവരോട് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരിതൊക്കെ ചെയ്തിട്ടാണ് ഇവർ പോയത്. അങ്ങനെ പിന്നെ 19 ജാക്ക് റൈഫ് എന്ന് പറയുന്ന ബറ്റാലിയൻ അവരും നമ്മളും കൂടിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് അപ്പോൾ ജൂലൈ 26-ാം തീയതിയോട് കൂടിയിട്ട് ഒഫീഷ്യൽ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആക്ച്വൽ ക്ലിയറൻസ് നടന്നത് ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു വെച്ചത്. അതാണ് ഓഗസ്റ്റ് 5-നാണ് ശരിക്കും കാർഗിൽ യുദ്ധം അവസാനിച്ചത്.